Okay, listen here. Take your textbook. In our previous class, we have studied about A and B. Small letter A and small letter B. Small letter A and A for apple, arrow, A for apple, A for arrow, A for ant, A for axe. Okay. A for apple, arrow, ant, axe. Then B. At a small letter B. Okay. Small letter B. B for bird. Bird, bat, balloon, bat, ball, ball, then last boy. Okay. A for apple, arrow, and axe. B, bird, balloon, bat, ball, boy. Okay. Rishan, can you read this? A for Rishan, can you hear me? കേൾക്കുന്നില്ലേ റിഷാൻ? അൺമ്യൂട്ട് ചെയ്ത മോനെ. ഓക്കെ. എന്താണ് മോനെ? കേട്ടിട്ടില്ലേ? ഓക്കെ. A for and A and B. അതിലെ ആ വേർഡ്സ് വായിക്കാനാണ് മിസ് പറഞ്ഞത്. ഓക്കെ. Arrow. And bird. Bat. Balloon. Ball. Boy അല്ലേ? ഓക്കെ. B for bird. Bird എന്താണ്? പക്ഷി അല്ലേ? Bird. Bat. ബാറ്റ് കണ്ടോ? ബാറ്റ് അറിയാലോ. ബാറ്റ് ആൻഡ് ബോൾ അറിയാലോ എല്ലാവർക്കും. ബലൂൺ. ബലൂണും നമുക്കറിയാം അല്ലെ? ബലൂൺ ഇഷ്ടമാണോ എല്ലാവർക്കും? ആണ്. അപ്പൊ ബലൂണ് നമുക്കറിയാം. ദെൻ ബോയ്. ബോയ് എന്ന് വെച്ചാൽ ആരാണ്? ബോയ് ആർക്കാ അറിയാം? ബോയ് എന്ന് വെച്ചാൽ ആരാണ് മാനവേ? ആ, ഐ എം എ ബോയ് അല്ലേ? ആൺകുട്ടികളാണ് അല്ലെ? ആൺകുട്ടിയാണ് ബോയ്. ഓക്കെ. സോ ബേർഡ്, ബാറ്റ്, ബലൂൺ, ബോൾ, boy. Okay. Janaki, can you read that? A and B. A for apple. Okay. Apple. A for apple. Arrow. And axe. B for
bat, bat, ball, ball, balloon, ball, boy. Okay, okay, very good. നന്നായിട്ടുണ്ട്. അപ്പോ A and B നമ്മൾ കുറേ വേർഡ്സ് പഠിച്ചു. A for apple, arrow and axe. B for bird, balloon, bat, ball and boy. Okay, then we are going to study C. Take your next page. Next page. Read and write C and D. C. Okay. In your next page, read and write C. Read the letters and name the picture. It is C. Which letter is that? C. It is small letter C. Okay. Small letter C is this. So, C for cap, cup, carrot, cake, and cat. Okay. 5 words are there. Cap, cup, carrot, cake, and cat. 5 words. Which are they? Cap. C for cap. Cap. What do you mean by cap? Cap. എന്താണ് cap? CAP, cap. Do you heard about cap? ആരാണ് മിസ്സിന്റെ സ്ക്രീനിൽ വരച്ച് കളിക്കുന്നേ? മുഹമ്മദ് റിസ്വാൻ ആണോ? മുഹമ്മദ് സയാൻ ആണോ? ഓക്കെ. ക്യാപ്. ഇഷിത, ക്യാപ് എന്ന് വെച്ചാൽ എന്താ മോളെ? CAP, ക്യാപ്. പിക്ചറിൽ നോക്കിയേ, എന്താ അത്? CAP, ക്യാപ്. എന്താണ് അത്? ചിത്രം നോക്കിയേ. തൊപ്പി. ആ, തൊപ്പിയാണല്ലേ. CAP, ക്യാപ്. തൊപ്പി. തൊപ്പിയാണ്. എത്ര പേർക്ക് ഉണ്ട് ക്യാപ്പ്? നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടോ ക്യാപ്പ്? നിങ്ങൾക്ക് ഉണ്ടോ? യെസ് ഓർ നോ? യെസ്. ആ, ഉണ്ട്. സോ C for cap. CAP, cap. Next, CUP, cup. CUP, cup. CAP, cap. CUP, cup. നമ്മൾ എന്താണ്? ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്പ് അല്ലേ? CUP, cup. അറിയാലോ നിങ്ങൾക്ക് എന്താണെന്നുള്ളത്? CUP, cup. Okay. C for cap and C for cup. The next word. CARROT. What is this? What's the third picture? It is a carrot. 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 It's a vegetable. We know that carrot is a vegetable. So, C for carrot. 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 Okay. അറിയാലോ ക്യാരറ്റ് എന്താണെന്ന്? അറിയാലോ? ക്യാരറ്റ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്താണെന്ന്? It's a vegetable. Okay. Carrot. Then C for cap, cup, carrot. Then what's the next picture?
എന്താണത്? ക്യാരറ്റ് കഴിഞ്ഞിട്ടുള്ള പിക്ചർ എന്താണ്? ആദിദേവേ മോന്റെ ഫോണിന്റെ പൊസിഷൻ ഒന്ന് ശരിയാക്കിയ മോനെ. ഓക്കെ ഓക്കെ. ദെൻ കേക്ക്. നെക്സ്റ്റ് പിക്ചർ എന്താണ്? കേക്ക്. CAKE. കേക്ക്. ഡു യു ലൈക്ക് കേക്ക്? നിങ്ങൾക്ക് കേക്ക് ഇഷ്ടാണോ? കേക്ക് കഴിക്കാൻ ഇഷ്ടാണോ? നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഒക്കെ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്ക് ആണ് അല്ലെ? ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി. സോ ഇറ്റ്സ് എ കേക്ക്. സി ഫോർ കേക്ക്. നിങ്ങളുടെ ഒക്കെ ബർത്ത്ഡേക്ക് ഇതുപോലുള്ള കേക്ക് ആണോ വാങ്ങിക്കുക? ഓ, നവമിയുടെ അടുത്ത് ക്യാപ്പ് ഉണ്ടോ നവമി? മിസ് ഇപ്പോഴാണ് കണ്ടത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്യാപ്പ്. CAP ക്യാപ്പ്. നവമിയുടെ അടുത്ത് എന്തുണ്ട്? ക്യാപ്പ് ഉണ്ട് അല്ലേ? CAP ക്യാപ്പ്. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ടുണ്ടേ. CAP ക്യാപ്പ്. CUP കപ്പ്. Then CARROT carrot. Then സായകിന്റെ അടുത്തും ക്യാപ്പ് ഉണ്ട്. ഓരോരുത്തരുടെ ക്യാപ്പ് ആയിട്ട് കാണുന്നുണ്ട് മിസ്. സായകിന്റെ അടുത്ത് ഒരു ബ്യൂട്ടിഫുൾ ക്യാപ്പ് ഉണ്ട്. എന്താ മോനെ സായിക്ക്? ആരാ വാങ്ങിച്ചു തന്ന ഈ ക്യാപ്പ്? നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അച്ഛൻ വാങ്ങി തന്നെയാണോ? ആര്? മിസ്സിന് മനസ്സിലായില്ല മോനെ. ഓക്കെ. Then നവമിയുടെ ക്യാപ്പ് ആര് വാങ്ങി തന്നെയാ? നവമി നല്ല ക്യാപ്പ് ആണല്ലോ. ആണോ? ഓക്കെ, നന്നായിട്ടുണ്ട്. നവമിയുടെ ക്യാപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. വേറെ ആർക്കും ഇല്ലേ? നവമിയുടെ അടുത്ത് എന്തുണ്ട്? ക്യാരറ്റ് കൂടെ ഉണ്ട്. ക്യാരറ്റ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നവമീനെ ഒന്ന് നോക്കിക്കോളൂ. നവമിയുടെ കയ്യിൽ എന്തുണ്ട്? ഇറ്റ്സ് ക്യാരറ്റ്. ക്യാരറ്റ് ഇസ് എ വെജിറ്റബിൾ. വി നോ ദാറ്റ്. ഓക്കെ, ക്യാരറ്റ് നമ്മുടെ ഒക്കെ വീട്ടില് കൊണ്ടുവരാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലെ? അറിയാത്ത വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? കിച്ചണിലൊക്കെ പോയിട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് നമ്മുടെ കിച്ചണിൽ ഉള്ളത്, ഇതിന്റെ ഒക്കെ പേരുകൾ എന്താണ് എന്നൊക്കെ അമ്മമാരോടൊക്കെ ഒന്ന് ചോദിക്കണേ. ഓക്കെ. Then C for cap. CAP cap. നിങ്ങള് സ്പെല്ലിംഗ് ഒക്കെ പഠിക്കാറായിട്ടില്ല. അപ്പൊ മിസ് പറയുന്ന കൂട്ടത്തിൽ സ്പെല്ലിംഗ് കൂടെ പറയുന്നേ ഉള്ളൂ. നമ്മൾ വേർഡ്സ് ലെറ്റേഴ്സ് മുഴുവൻ പഠിച്ചിട്ട് നമുക്ക് ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഓരോന്നായിട്ട് പഠിക്കാം. So C for cap. C for cup. CUP cup. And CARROT. മിസ് വായിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കുക ഏതാണ് ആ ലെറ്റർ എന്നുള്ളതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാട്ടാ. CA. ഇപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചു. CA. വി നോ ദാറ്റ്. സിയും എയും നമ്മൾ പഠിച്ചതാണ്. സോ CARROT carrot. CARROT carrot. Then CAKE cake. It's a very tasty cake is there. CAKE cake. നമ്മള് ബർത്ത്ഡേക്കും മറ്റ് സെലിബ്രേഷൻസിനും ഒക്കെ വാങ്ങിക്കുന്ന കേക്ക് ആണ്. So CAKE cake. And then last, it's a beautiful cat is there. Cat. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ക്യാറ്റ് ഉണ്ടോ? ആർക്കൊക്കെ പെറ്റ് ആയിട്ട് ക്യാറ്റ് ഉണ്ട്? പൂച്ച ഉണ്ടോ ആരുടെങ്കിലും വീട്ടില്? കുറെ പേരുടെ ഒക്കെ പെറ്റ്സ് ആയിട്ട് വീട്ടിലൊക്കെ എന്ത് പൂച്ചേനൊക്കെ വളർത്താറുണ്ട് അല്ലേ? സോ cat. CAT cat. CAT cat. Listen here. നന്നായി വായിക്കാൻ പഠിക്കണേ. മിസ് പറയുമ്പോ അത് തന്നെ ശ്രദ്ധിക്കുക എന്താണെന്നുള്ളത്. Then listen here. First we studied in A words starting with A. A for മിസ്സിന്റെ കൂടെ തന്നെ പറഞ്ഞേ. A for apple. A for arrow. A for ant. A for eggs.
ആരുടെയും വായ തുറക്കുന്നതേ മിസ് കാണുന്നില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഒച്ചത്തിൽ അവിടെ നിന്ന്. വെരി ലൗഡ്ലി സേ A for apple. A for arrow. A for ant. ശബ്ദം പോരല്ലോ, നല്ല ശബ്ദത്തിൽ പറഞ്ഞേ. A for apple. A for arrow. A for ant. A for axe. Apple, arrow, ant, axe. Okay, these are the words starting with the A. A എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണല്ലേ ഇത്. ഇത് മാത്രാണോ എയിൽ സ്റ്റാർട്ട് ചെയ്യുക? അല്ല, ഒരുപാട് വേറെയും വേർഡ്സ് ഉണ്ട്. ദെൻ ഈ 4 വേർഡ് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. A for apple, arrow, ant, axe. Then listen next. The word starting with the B. Okay, B യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. മിസ്സിന്റെ കൂടെ തന്നെ എല്ലാവരും പറയണേ. B for bird. Bird. ആരും പറയുന്നില്ലല്ലോ. മിസ് ആരുടെയും വായ അനങ്ങുന്നതേ കാണുന്നില്ല. B for bird. റിഹാൻ പറയൂ മോനെ. B for bird. Balloon, bat, ball and boy. Bird, balloon, bat, ball and boy. Okay. Afia, what are you doing with your textbook? Look at your textbook. Okay. B for bird, balloon, bat, ball, boy. Then നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ആൻഡ് നോട്ട്ബുക്ക്. ടീച്ചേഴ്സ് പറയാത്ത പേജസിലൊന്നും കൊണ്ടുപോയിട്ട് ക്രയോണും സ്കെച്ചും ഒന്നും വരച്ച് ബോറാക്കരുത്. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. അത് നല്ല നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ബുക്കൊക്കെ കവർ ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഇപ്പൊ സ്കൂളിൽ കൊണ്ടുവരുന്നില്ലല്ലോ, അതുകൊണ്ട് ബുക്കൊന്നും കവർ ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയ പോലെ വെക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോ. എല്ലാവരും നല്ല നീറ്റ് ആയിട്ട് അങ്ങനെ എന്താണ് കവർ ചെയ്യാത്ത ആളുകൾ ഉണ്ട് എന്നല്ല, ചിലപ്പോ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ കവർ ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക? ബുക്കൊക്കെ നന്നായി കവർ ചെയ്ത് നല്ല നീറ്റ് ആയിട്ട് വേണം ബുക്ക് സൂക്ഷിക്കാൻ വേണ്ടി. ഒരു കുട്ടിയുടെ ബുക്ക് കണ്ടാ അറിയാം അല്ലെ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ നല്ല കുട്ടികളാണോ ചീത്ത കുട്ടികളാണോ എന്നൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാ? നോട്ടും ടെക്സ്റ്റും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല നീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വേണം ബുക്കുകളൊക്കെ സൂക്ഷിക്കാൻ. വെറുതെ ക്രയോൺസും സ്കെച്ച് പെന്നും ഒന്നും എടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും വരച്ചിടാൻ വേണ്ടി പാടില്ല. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലാതെ അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയിട്ട് വരയ്ക്കുക എഴുതുകയൊന്നും ചെയ്യരുത് കേട്ടോ. ദെൻ നമ്മളിപ്പോ പറഞ്ഞത് A and B ആണ്. A for apple, arrow and axe, and B for bird, balloon, bat, ball, boy. Then next C, small letter C. C for cap, cup, carrot, cake, cat. Cap, cup, carrot, cake, cat. Okay. Then next D. Next നമ്മൾ പഠിക്കുന്നത് D ആണ്. It is small letter D. This is small letter D and D for നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് അല്ലേ. ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെ വേർഡ്സ് ആണ് നോക്കാം. D for drum. It is drum. It's a musical instrument. It's a drum. നിങ്ങൾക്കൊക്കെ ചെറുതില് അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ചിലപ്പോ വീട്ടിൽ ഇങ്ങനത്തെ ഡ്രംസ് ഒക്കെ ഉണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട്. ടോയ് ആയിട്ട് പാരന്റ്സ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടാവും അല്ലേ. അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഡ്രം. എന്താണ്? ഒരു ചെണ്ട, അതിന് 2
സ്റ്റിക്കും ഉണ്ട് അല്ലെ, ചെണ്ട കൊട്ടുന്ന 2 വടിയും ഉണ്ട്. സോ ഇറ്റ്സ് എ ഡ്രം. DRUM, ഡ്രം. Then next DOG. Thus DOG, dog. Drum, dog, duck. DUCK, duck. What do you mean by duck? Who can say the meaning of duck? Harshal, why are you off your video? Please turn on your video, okay? Okay, Gayatri, what do you mean by duck? DUCK, duck. താറാവ്. ഓക്കെ, ഡക്ക് എന്ന് വെച്ചാൽ എന്താണ്? താറാവാണ് അല്ലേ? ഗുഡ്, വെരി ഗുഡ്. ഡക്ക് ഇസ് താറാവ് അല്ലേ? ആരുടെങ്കിലും വീട്ടില് താറാവൊക്കെ ഉണ്ടോ? ഉണ്ടോ അഫിയ? ഡക്ക് ഉണ്ടോ വീട്ടില്? ഡക്ക് ഉണ്ടോ? എന്താണ്? പണ്ടുണ്ടായിരുന്നു അല്ലേ? ആ, പണ്ടുണ്ടായിരുന്നു ഉത്രേ. ആരുടെ വീട്ടിലാണ്? നമ്മുടെ ഗായത്രിയുടെ വീട്ടിലല്ലേ? പണ്ട് ഡക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്നാണ് പറയുന്നത്. സോ DUCK, ഡക്ക് അല്ലേ? D for drum, dog, duck. 3 വേർഡ്സ് ആണ് അല്ലേ? ഡ്രം, ഡോഗ്, ഡക്ക്. Then listen, C and D ഒന്നുകൂടെ നോക്കുക. C for cap, carrot, cake, cup, cat. Cap, cup, carrot, cake, cat. Next, drum, dog, duck. Drum, dog, duck. Okay, C and D. Then listen. അപ്പോ നെക്സ്റ്റ് ഡേയിൽ വരുമ്പോഴേക്കും മിസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ളത് സ്മോൾ ലെറ്റർ A and B എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് നിങ്ങൾക്ക് 4 ലൈൻ കോപ്പി ബുക്കിലാണ് എഴുതേണ്ടത്. 4 ലൈൻ കോപ്പി ബുക്കിൽ എന്ത് ചെയ്യുക? A and B എഴുതുക. ഓക്കെ, സ്മോൾ ലെറ്റർ A and B എവിടെ എഴുതുക? കോപ്പി ബുക്കിൽ നല്ല നീറ്റ് ആയിട്ട് ഒരു പേജിൽ നിറയെ എന്ത് എഴുതുക? A. അതും ഒരു ലൈനില് 3 or 4 A എഴുതിയാൽ മതി. ഒരു ലൈനിൽ തന്നെ ഒരുപാട് മുട്ടിച്ച് എഴുതണ്ട. അപ്പൊ ഒരുപാട് എഴുതാനുണ്ടാവും, നിങ്ങൾ ടയേർഡ് ആവും. അപ്പൊ എന്ത് ചെയ്യാ? ഇതൊരു ലൈൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ലൈനില് ജസ്റ്റ് ഇതൊരു ലൈൻ ആണെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ എന്ത് എഴുതുക? ഒരു A എഴുതുക. നെക്സ്റ്റ് കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ എന്ത് എഴുതുക? അനദർ A. Then അങ്ങനെ കുറേ ഗ്യാപ്പ് ഉണ്ടാവും, അവിടെ അനദർ A. Then ലാസ്റ്റില് വീണ്ടും എന്ത് എഴുതുക? A. ഇങ്ങനെ ഒരു ലൈനിൽ 4 എണ്ണം മതി കേട്ടോ. അങ്ങനെ ഒരു പേജ് മുഴുവൻ A എഴുതുക. നെക്സ്റ്റ് പേജ് മുഴുവൻ B യും എഴുതുക. ഓൺലി സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, സ്മോൾ ലെറ്റർ A ആൻഡ് സ്മോൾ ലെറ്റർ B. ഓക്കെ, എയും ബിയും എന്ത് ചെയ്യാ? നെക്സ്റ്റ് ക്ലാസ്സിലാവുമ്പോഴേക്കും നന്നായി എഴുതി, നെക്സ്റ്റ് ക്ലാസ് വരെ ഹോംവർക്ക് എഴുതി സെൻഡ് ചെയ്യാൻ ലേറ്റ് ആവരുത്. വിത്തിൻ 2 or 3 days. ഓക്കെ, 2-3 ദിവസത്തിനുള്ളിൽ മുഴുവൻ പേരും മിസ്സിന് ഹോംവർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. 2 or 3 days. ഓക്കെ, then our time is over. Then I am going to wind up this class, and once again we are studying about A and B, the words starting with the A, B, C and D. Okay, 4 letters ആണ് നമ്മൾ പഠിച്ചത്. A, B, C, D. So A for apple, arrow and axe. B for bird, balloon, bat, ball, boy. C for cap, cup, carrot, cake, cat. Then D for drum, dog, duck. Okay,
then മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എയും ബിയും എഴുതി നല്ല നീറ്റ് ആയിട്ട് എഴുതാൻ പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും ഓക്കെ ആവുക. എഴുതാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, അതായത് ചിലപ്പോൾ ലെറ്റേഴ്സ് ഒന്നും അത്ര അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് കോപ്പി ബുക്കിലേക്ക് എയും ബിയും എഴുതിയിട്ട് ഇറേസർ ഒക്കെ വെച്ച് മായ്ച്ച് വൃത്തികേടാക്കരുത്. ഒരു പേപ്പറിലോ മറ്റോ നന്നായിട്ടൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ കോപ്പി ബുക്കിലേക്ക് എഴുതുക നല്ല നീറ്റ് ആയിട്ട്. ഓക്കെ, വേണമെങ്കിൽ ആദ്യത്തെ ഒരു ലൈൻ നിങ്ങളുടെ പാരന്റ്സിനോടോ മറ്റോ ഒന്ന് എഴുതിയിട്ട് തരാൻ പറയാ, എന്നിട്ട് അത് നോക്കി ബാക്കിയുള്ളത് എഴുതിയാൽ മതിയേ. സ്കൂളിലായിരുന്നെങ്കിൽ മിസ് എഴുതി തന്നേനെ, പക്ഷെ അങ്ങനെ പറ്റുന്നില്ലല്ലോ ഇപ്പോ. അതുകൊണ്ടാണ് അമ്മമാരോടോ മറ്റോ ഒരു ലൈൻ ഒന്ന് മക്കൾക്ക് എഴുതി കൊടുക്കുക, ബാക്കിയുള്ളത് അവര് നോക്കി എഴുതിക്കോളും. ഒരു പേജിൽ എ, നെക്സ്റ്റ് പേജിൽ ബി. ഓക്കെ, ദെൻ സി ആൻഡ് ഡി എഴുതാനുള്ള സ്പേസ് എവിടെ ഉണ്ട്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നമ്മൾ എയും ബിയും ഓൾറെഡി എഴുതിയ പോലെ സിയും ഡിയും എഴുതാനുള്ള സ്പേസ് കൂടെ അവിടെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിയാൽ മതി സിയും ഡിയും. ഇപ്പോ ഓൾറെഡി എ ബി നോട്ട്ബുക്കിലേക്ക് എഴുതാൻ വേണ്ടി മിസ് തന്നിട്ടുണ്ട്. അത് എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്യുക എത്രയും പെട്ടെന്ന്. ദെൻ സി ഡി ടെക്സ്റ്റ് ബുക്കിലുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറയാം എപ്പോ എഴുതണമെന്ന്. ഓക്കെ, ഒരുപാട് കുറെ ആവുമ്പോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് മടുപ്പാവും അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ നല്ല ഇഷ്ടമാണെന്ന് മിസ്സിന് അറിയാം. എന്നാലും എന്ത് ചെയ്താൽ മതി, എ ആൻഡ് ബി നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് വന്നാൽ മതി. ഓക്കെ, then let me wind up and see you in the next class. Study well. ഈ വേർഡ്സ് ഒക്കെ നന്നായി വായിച്ചു നോക്കണേ. Okay, bye bye. See you in the next class. Okay, bye bye. Tata, see you.